നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. പുറത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. വറുത്തതും വറുക്കാത്തതും ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവിന് ചെറിയ മാറ്റമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1/2 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഇതിനനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു കട്ടിയിലുള്ള ബാറ്റർ പോലെയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് വേണ്ടത്. നമുക്കിതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ ആ രീതിയിൽ വേണം ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്നും മതി, ഒരു ഭാഗത്ത് മാത്രം മതി കേട്ടോ. എന്നിട്ട് കത്തി വെച്ചിട്ട് പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓരോ പീസും നമ്മുടെ ഈ ഒരു ബാറ്ററിൽ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കട്ടെ. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തിപ്പിച്ചെടുത്താൽ മതി. താഴെ മുകളിലും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലും കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ ഓയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 വീതമാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡ് നല്ല മൊരിഞ്ഞ് വരുന്ന ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുത്താലും മതി, ഓവറായിട്ട് ചൂടായാൽ കരിഞ്ഞു പോവും. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഓയിലൊന്നും ഒട്ടും കുടിക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. നമ്മൾ ബ്രെഡ് നേരിട്ട് ഓയിൽ ഡിപ്പ് ചെയ്തിട്ടല്ലല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ റവ വെച്ചിട്ടുള്ള കോട്ടിങ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഓയിൽ അങ്ങനെ കുടിക്കൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് സവാളയും ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ആ സവാളയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഉള്ളിവടയുടെ ഒരു ടേസ്റ്റിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്